എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പാർട്ട് 6 ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ 5 പാർട്ടില് കൃഷിയുടെ ഓരോരോ വിളകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന്റെ പരിപാലനവുമായിരുന്നു. അപ്പൊ നമ്മൾ അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ വിളകൾക്കും ഏതൊക്കെയാ കീടങ്ങളും രോഗങ്ങളും വരുന്നതെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിന്റെ ഒരു സെക്ഷനാണ് ഇന്ന്. കുറച്ച് ടെക്നിക്കൽ ആയിട്ടാണ് ഇന്നത്തെ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. സസ്യകീട രോഗങ്ങളും അതിന്റെ നിയന്ത്രണ മാർഗവും. അപ്പം കീടങ്ങള് ഇന്ന് ഇലപ്പേൻ, കായീച്ച, ഇലത്തേനി പുഴുക്കൾ, മത്തൻ വണ്ട്, ഈ 4 കീടങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തത് ഇലപ്പേൻ. ഇലപ്പേന് നമ്മൾ ട്രിപ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമം സിർട്ടോത്രിപ്സ് ഡോർസാലിസ് എന്നാണ്. ഇതും ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ 3 കീടങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. അതായത് മുഞ്ഞ, മീലിമുട്ട, പിന്നെ വെള്ളീച്ച. ഇത് 3ഉം സക്കിംഗ് പെസ്റ്റ് ആണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതേപോലെ ഒരു സക്കിംഗ് പെസ്റ്റ് ആണ് ട്രിപ്സും. അതായത് നീരൂട്ടിയാണ് കുടിക്കുന്നത് ചെടികളുടെ. അതിന്റെ സാപ്പ് വലിച്ചെടുക്കും. ചെടികളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് ഇലപ്പേൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും പയറുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ വിളകളിൽ ഇലപ്പേന്റെ ആക്രമണം കൂടുതലായി കാണപ്പെടുന്നു. പിന്നെ ഇത് ഇലകളിലും പൂക്കളിലും തണലുള്ള ഭാഗങ്ങളിലും ഇലപ്പേൻ ധാരാളമായി കാണുന്നു. കീടബാധയേറ്റ ചെടികളുടെ ഇലകൾ അകത്തേക്ക് ചുരുങ്ങി ചുരുങ്ങി പോകുന്നു. അതായത് നമ്മുടെ ചെടി മുരടിച്ചു പോകും. അതായത് അത് സാപ്പാണ് സക്ക് ചെയ്ത് കുടിക്കുന്നത്, നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് ചെടി മുരടിച്ചു പോകും. അപ്പം മൊട്ടുകളിൽ നിന്ന് ഉണങ്ങി ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നു, വളർച്ച മുരടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളർച്ച മുരടിച്ച് ചെടികൾ നശിച്ചു പോകും. അപ്പം നമ്മൾ നേരത്തെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള പ്രിക്വേഷൻസ് എടുക്കുക. വരുന്നതിനേക്കാളും നേരത്തെ നമ്മൾ പ്രിക്വേഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ ഞാൻ എല്ലാം ജൈവ നിയന്ത്രണ മാർഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പ്രാണികളെ ആകർഷിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീലക്കിണികൾ സ്ഥാപിക്കുക. അതായത് ഈ വെള്ളീച്ച, കായീച്ചയെ പോലുള്ളതിനൊക്കെ നമ്മൾ മഞ്ഞക്കിണികളാണ് സ്ഥാപിക്കുക. നമ്മളിപ്പം ഇലപ്പേന് നമ്മൾ നീലക്കിണികളാണ് സ്ഥാപിക്കുന്നത്. അതായത് നീല കളർ ഒരു കാർഡ്ബോർഡ് കാണും, അതിൽ 2 വശത്തും ഒരു പശ പോലെ കാണും. അപ്പൊ നമ്മളെ കൃഷിയിടത്തിൽ നമ്മൾ തൂക്കിയിട്ട് അത് അവിടെ വന്ന് അട്രാക്ട് ചെയ്തിട്ട് അത് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. ഒരാഴ്ച 1.5 ആഴ്ച കഴിഞ്ഞ് നമുക്ക് അതെടുത്ത് മാറ്റിയിട്ട് അടുത്തൊരു മഞ്ഞക്കിണി നമുക്ക് അവിടെ തൂക്കിയിടാം. അടുത്തൊരു പ്രിക്വേഷൻ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു മാർഗം എന്ന് പറയുന്നതാണ് ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞൊരു ബയോ ഫംഗിസൈഡ് ഉണ്ട്. ജൈവ കീടനാശിനിയാണ്. ഇത് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം, അതായത് 5 ml വേപ്പെണ്ണ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇലപ്പേനെതിരെയായിട്ട്. പിന്നെ നമ്മൾ പൂവിടുന്ന മുതൽ കായ്കൾ ലഭിക്കുന്നതിന് 15 ദിവസത്തെ ഇടവേള നമുക്ക് പഞ്ചഗവ്യം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചഗവ്യം എന്താണെന്ന് അറിയാൻ തോന്നുന്നു. ചാണകവും ഗോമൂത്രവും പാലും തൈരും നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒന്നാണ് പഞ്ചഗവ്യ. ആ പഞ്ചഗവ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് കെണി വിളയായിട്ട് ജമന്തി നമുക്ക് വളർത്താം. ജമന്തി കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഇലപ്പേനുകൾ അങ്ങോട്ട് പോയി അതിനെ അറ്റാക്ക് ചെയ്തോളും. അടുത്തതുള്ളതാണ് നന്മ, മേമ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് രണ്ടും CTCRI അവര് റിലീസ് ചെയ്തിട്ടുള്ള അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജൈവ കീടനാശിനിയാണ്. മരിച്ചിനി എന്നുള്ളതാണ് നന്മയും മേന്മയും. ഇത് രണ്ടും നമുക്ക് ഇലപ്പേനെതിരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തെന്നുള്ള പറയുന്നത് കായീച്ച. നമുക്കറിയാം വെള്ളരി വിളകൾക്ക് ഏറ്റവും വലിയൊരു ശത്രുവാണ് കായീച്ച എന്ന് പറയുന്നത്. ഫ്രൂട്ട് ഫ്ലൈ എന്നാണ് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ബാക്ട്രോസിറ കുക്കുമിസ് എന്ന് പറയും. വെള്ളരി വർഗ്ഗ വിളകളുടെ പ്രധാന ശത്രുവാണ് കായീച്ച. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകായീച്ചകളാണ് കായ്ക്കുള്ളിൽ കയറിയിട്ട് മുട്ടയിടുന്നത്. അപ്പൊ നമുക്ക് കായ്ക്കുള്ളിൽ ശ്രദ്ധിച്ചറിയാം, ഒരു ചെറിയ കുത്തുകൾ പോലെ കാണാം. കറുത്ത കുത്തുകളാണ്. കുത്തുകൾ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് കായീച്ചകൾ ഉണ്ടെന്ന്. ഇതെന്ന് പറയുന്നത് കായ്ച്ച വന്നിട്ട് അതായത് എഗ് റിലീസ് ചെയ്തിട്ട് പോകും. മുട്ട വിരിഞ്ഞിട്ടാണ് കായുടെ ഫുള്ളും അത് കാർന്ന് തിന്നും. അങ്ങനെ നമ്മുടെ കായ ചീഞ്ഞു പോവാണ് ചെയ്യുക. നമുക്ക് ഇതിനെതിരായിട്ട് ചെയ്യേണ്ടത്, ഇതിന്റെ ഫലമായിട്ട് നമുക്ക് പച്ചക്കറി വളർച്ച മുരടിക്കുക. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കായകളൊക്കെ അഴുകിപ്പോകും. കാരണം ഇതിന്റെ ഫലമായിട്ട് ഇതെല്ലാം കാർന്ന് തിന്നുമല്ലോ. കാർന്ന് തിന്നിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ കായ അഴുകിപ്പോവും. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ട ഒരു മാർഗം എന്ന് പറയാൻ, കായ്കൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കടലാസ് കൊണ്ടോ ചെറിയ പ്ലാസ്റ്റിക് സഞ്ചികളോ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പം കടലാസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ചെറിയ പ്ലാസ്റ്റിക് സഞ്ചികളാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ മുന്നത്തെ
എനിക്ക് തോന്നുന്നു പാർട്ട് 4-ലോ എന്തോ വെള്ളരി വർഗ്ഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. പ്ലാസ്റ്റിക് സഞ്ചികൾ കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ കീറി കൊടുക്കണം. കാരണം നമ്മൾ മഴയുള്ള സമയത്താണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുമല്ലോ നമ്മളെ പ്ലാസ്റ്റിക്കിൽ സഞ്ചിയിലാണ്. അപ്പം നമ്മളൊന്ന് കീറി കൊടുത്താൽ വെള്ളം അങ്ങ് ഊർന്നു പോകും. അതേപോലെ തന്നെ എയർ സർക്കുലേഷനും കൂടും. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് കീറി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് കടലാസ് കൊണ്ടും ഒന്ന് കായ്കൾ പൊതിഞ്ഞു കൊടുക്കുക. അപ്പം കായ്ച്ചയുടെ അറ്റാക്ക് വളരെയധികം കുറവായിരിക്കും. നമുക്ക് പിന്നെ കായ്ച്ചയെ കൂടുതലായിട്ട് എതിരായിട്ട് നമുക്ക് കെണികൾ വെക്കാം. മഞ്ഞക്കെണി നേരത്തെ ഞാൻ ഇലപ്പേന് ഞാൻ നീലക്കെണിയാണ് പറഞ്ഞത്. അല്ലാതെ നമ്മളിപ്പോ വെള്ളീച്ചകൾക്കായിക്കോട്ടെ കായ്ച്ചകൾക്കൊക്കെ നമ്മൾ മഞ്ഞക്കെണിയാണ്. ഇതും അതേപോലെ തന്നെയാണ്. ഒരു യെല്ലോ കാർഡ്ബോർഡ് ഉണ്ടാവും. അത് രണ്ട് വശത്തും പശയുണ്ടാവും. നമ്മളത് തൂക്കിയിടുമ്പോൾ കായ്ച്ച അതിൽ വന്ന് അട്രാക്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അടുത്തത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫിറമോൺ കെണിയും നമുക്ക് അടുക്കളത്തോട്ടത്തിൽ വയ്ക്കാം. അതേപോലെ തന്നെ തുളസിക്കെണി, ശർക്കരക്കെണി, കഞ്ഞിവെള്ളക്കെണി. ഇപ്പം ഒന്നോ രണ്ടോ വിളകളെ ഉള്ളുവെങ്കിൽ, അതായത് വെള്ളരി വർഗ്ഗത്തിൽ ഏതോ ഒന്നോ രണ്ടോ വിളകളെ ഉള്ളുവെങ്കിൽ കൂടുതൽ കെണി വെക്കുന്നതിനേക്കാളും കടലാസ് പൊതിയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കൂടുതൽ കെണി വെച്ചാലും ഈച്ചകൾ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വിളകൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് കടലാസ് കൊണ്ട് മൂടിയിട്ട് കടലാസ് കൊണ്ട് ഒന്ന് പൊതിയുക. അതേപോലെ തന്നെ മഞ്ഞക്കെണികളും തൂക്കിയിടാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിന് നമുക്ക് വിവേറിയ ബാസിയാന എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനി യൂസ് ചെയ്യാവുന്നതാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതാണ് ഇലത്തീനി പുഴുക്കള്. ഇത് ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ ആണ്. സ്പോഡോപ്റ്ററ ലിട്രുവ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, വാഴകളിലൊക്കെ ഇലത്തീനി പുഴുക്കൾ വരും. അതേപോലെ തന്നെ വഴുതനയിലും എല്ലാ പച്ചക്കറിയിലും നമുക്കറിയാം പുഴു തിന്നതിന്റെ ഇതൊക്കെ നമുക്കറിയാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി, അതായത് ഒരു മൃദു ശരീരമുള്ള കീടമാണ് ഇലത്തൂനി പുഴുക്കൾ എന്ന് പറയുന്നത്. ഈ പുഴുക്കൾ എന്ന് പറഞ്ഞാൽ നൂല് കൊണ്ട് ഇലകൾ തുന്നിച്ചേർക്കുന്നു. അവയിൽ ഇരുന്നു കൊണ്ട് പുഴുക്കൾ ഇലയുടെ ഉപരിതലം തിന്നു തീർക്കുന്നു. അതേപോലെ തന്നെ ഈ ഇലകൾ അത് തിന്നുമ്പോൾ അതിന്റെ ഹരിതകമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നിട്ട് അത് ചെടി ഉണങ്ങിപ്പോകും. അപ്പൊ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മൃദു ശരീരമായിട്ടുള്ള കീടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാന്താരി ഗോമൂത്ര മിശ്രിതം നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എല്ലാം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് ചെടികളുടെ ഇലകൾക്കും ദോഷമാണ്. അപ്പൊ നമ്മൾ കാന്താരി ഗോമൂത്ര മിശ്രിതം പ്രിപ്പയർ ചെയ്തിട്ട് നല്ലപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് പുകയില കഷായ ഇലതീനി പുഴുക്കൾക്ക് എതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേപ്പെണ്ണ എമൽഷൻ, പിന്നെ പപ്പായ ഇല സത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇലകള് പപ്പായയുടെ ഇല എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മുക്കി വെക്കുക. 1 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ചിട്ട് ഒരു രാത്രി മുക്കി വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ പപ്പായയുടെ സത്ത് കാണുമല്ലോ, അത് നമുക്ക് ഒരു നേർപ്പിച്ചിട്ട് അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഇലത്തീനി പുഴുക്കൾക്ക് നല്ലതാണ്. അതേപോലെ തന്നെ നാറ്റപ്പൂച്ചെടി മിശ്രിതം, കിരിയാത് സോപ്പ്, വെളുത്തുള്ളി മിശ്രിതം, ഇവയും അങ്ങനെ നമുക്ക് കുറെ, അതായത് ഇപ്പൊ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ജൈവ മാർഗങ്ങൾ കൊണ്ട് തന്നെ കുറെ അധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ കെമിക്കലിലോട്ട് കടന്നാൽ മതി. ഇപ്പൊ അടുക്കളത്തോട്ടത്തിലാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ചെടികൾ നടത്തുള്ളൂ. അത് 1 or 2 ഒക്കെയാണ്. അപ്പൊ നമ്മൾ ജൈവ രീതികൾ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് മത്തം വണ്ട്. ഇത് അറിയാലോ, റെഡ് പംകിൻ ബീറ്റിലാണ്, വെള്ളരി വർഗ്ഗങ്ങളിൽ കാണുന്ന ഒരു വണ്ടാണ്. ഇതെന്ന് പറയുന്നത് ഇലകളും പൂക്കളും തിന്നുന്നുണ്ട്. കീടബാധയേറ്റ ഇലകളിൽ ദ്വാരങ്ങൾ കാണപ്പെടും. അതായത് നമുക്ക് വെള്ളരി വർഗ്ഗങ്ങളുടെ വിളകളെ പോയി നോക്കിയാൽ ഇലകളിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് കാണാൻ പറ്റും. ആ ഹോൾസ് കാണുമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതില് മത്തൻ വണ്ട് ഉണ്ടെന്ന്. ഈ വണ്ടായിരിക്കും അത് ഇലകളിൽ ഹോൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പുഴുക്കൾ നേരെ മണ്ണിലാണ് പോകുന്നത്. മണ്ണിൽ പോയിട്ട് അത് ചെടികളുടെ വേരിൽ ആക്രമിക്കും. അതിന്റെ ഫലമായിട്ട് ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും. വണ്ടുകൾ ഇല തിന്ന് വൃത്താകൃതിയിലോ അർദ്ധവൃത്താകൃതിയിലോ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഹോൾസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ പുഴുക്കൾ വേര് ചെന്നിട്ട് അതിന്റെ വള്ളികളും ഒക്കെ തുരന്നു കയറുന്നു. അതിന്റെ ഫലമായിട്ട് ചെടികൾ വാടിപ്പോവുകയും ചെയ്യും, പിന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ രീതിയിൽ ഇതിപ്പം വന്നിട്ട് നമ്മൾ ചെയ്യുന്നേക്കാളുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ നടുന്ന സമയത്ത് തന്നെ, ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കണമെന്ന്. വേപ്പിൻ പിണ്ണാക്കിൽ നമുക്കറിയാം നാച്ചുറൽ ആയിട്ട് ഒരു കെമിക്കൽ കണ്ടന്റ് ഉണ്ട്, അസിഡറാക്റ്റിൻ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ നിമാവിരകൾക്കും ഈ മത്തൻ വണ്ട് പോലുള്ള കുറച്ചധികം പെസ്റ്റിനെതിരെ നല്ലതാണ്. അപ്പൊ നമ്മൾ നടുമ്പോൾ തന്നെ വേപ്പിൻ പിണ്ണാക്ക് തടത്തിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം നടാൻ.
അതിന് വിളവെടുപ്പിന് ശേഷം വിളകളിലെ അവശിഷ്ടങ്ങൾ നമ്മൾ നീക്കം ചെയ്യുക. നമ്മൾ ഒരു വിള ഫുള്ളി ഹാർവസ്റ്റ്, അതായത് ഫുള്ളി നമ്മൾ വിളവെടുത്തെങ്കിൽ അതിന്റെ ഫുള്ള് നമ്മൾ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിക്കളയണം. അവശിഷ്ടം അവിടെ തന്നെ വീണ്ടും അടുക്കള തോട്ടത്തിലുണ്ടെങ്കിൽ വീണ്ടും അത് അവിടെ കിടന്ന് ഹൈ പോപ്പുലേഷൻ ആവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വിളവെടുപ്പിന് ശേഷം അവശിഷ്ടങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം. അതിനു മുന്നേ തന്നെ നമ്മൾ വിത്തിടുന്നതിന് മുന്നേ ഒന്ന് ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്നത് നല്ലതാണ്. കത്തിക്കുമ്പോൾ തന്നെ കീടാണു നശിച്ചു പോവാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ നമുക്ക് വേപ്പിൻ കുരു സത്ത് 3% തളിക്കുക. പിന്നെ ഒരിക്കലും ഒരു കൃഷി തന്നെ ഒരു സ്ഥലത്ത് ചെയ്യാതെ മാറ്റി മാറ്റി ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യുക. അതിന് മുന്നത്തേലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ക്രോപ്പ്, അതായത് ഇപ്പൊ നമ്മൾ തക്കാളി നടുന്നെങ്കിൽ പിന്നെ പയറ് നടുക. കാരണം തക്കാളി നട്ടിട്ട് പിന്നെ അതിൽ തന്നെ വഴുതന നടുക. കാരണം ഇത് രണ്ടും വഴുതന വർഗത്തിൽ പെട്ടതാണ്. അപ്പൊ നമ്മളൊന്ന് വേറെ വേറെ കുടുംബത്തിൽപ്പെട്ട വിളകള് നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് കീടങ്ങളെ പറ്റിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇലപ്പേനെ പറ്റിയിട്ട്, കായ്ച്ച, മത്തൻ വണ്ട്, ഇലത്തീനി പുഴുക്കൾ, ഇതൊക്കെ കൂടുതലും നമ്മളെ കാണപ്പെടുന്ന കീടങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് രോഗങ്ങളാണ്. രോഗങ്ങള് ഇലപ്പുള്ളി രോഗം, ഡൗണി മിൽഡ്യൂ, തൈച്ചീയൽ രോഗം. ഈ 3 രോഗങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അടുത്ത ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗം നമുക്കറിയാം ചീരയിലും ഉണ്ടാവും, വെണ്ടയിലും ഉണ്ടാവും. അങ്ങനെ പല പല ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാവും. ഉണ്ടാവാറുണ്ട്. ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചീരയുടെയാണ്. അപ്പൊ ലീഫ് സ്പോട്ട് എന്നാണ് പറയുന്നത്. അത് റൈസോട്ടോണിയ സൊളാനി എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം ഇതിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് ചീരയുടെ ഇലയുടെ അടിയിലാണ്. ഒരുമാതിരി പുള്ളികൾ പോലെ കാണും. എന്നിട്ട് പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ചീരയുടെ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളിൽ ക്ഷതമേറ്റ രീതിയിൽ സുതാര്യ പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണം. തുടർന്ന് പുള്ളികൾ വ്യാപിക്കുകയും മുകളിലെ ഇലകളിലേക്ക് പടരുകയും ചെയ്യും. നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ അറിയാം. ഇത് മുകളിലത്തെ ഇലകളിൽ സ്പ്രെഡ് ചെയ്തേക്കുന്നതാണ്. ഒരു ക്രീം കളറിൽ പൊള്ളിയത് പോലെയുള്ള പാടുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്ത് ഗുരുതരമായിട്ട് നമ്മൾ രോഗം ബാധിക്കുമ്പോൾ ഇലവാടിയും, അതേപോലെ തണുത്ത കാലാവസ്ഥയിലും ഉയർന്ന ആർദ്രതയിലുമാണ് ഇത് കൂടുതൽ രോഗാവസ്ഥ കൂട്ടുന്നത്. നമുക്കറിയാം ചീര നമുക്ക് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതലും അടുത്ത മഴയുള്ള സമയത്താണെങ്കിൽ ഇലപ്പുള്ളി രോഗം വരാൻ ഭയങ്കര അധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മഴക്കാലത്തും ചീര കൃഷി ചെയ്യണമെങ്കിൽ പച്ചച്ചീര ചെയ്തോളൂ. കാരണം പച്ചച്ചീരയിൽ ഇലപ്പുള്ളി രോഗനെ റെസിസ്റ്റ് ചെയ്യാണ്ട് കഴിവുണ്ട് ഒരു പരിധി വരെ. ചുവപ്പ് ചീരയാണ് കൂടുതലായിട്ട് ഇലപ്പുള്ളി രോഗം കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അമിതമായിട്ട് ജലസേചനം, അതായത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചുവപ്പ് ചീരയിലാണ് കൂടുതലായിട്ട് ഇലപ്പുള്ളി രോഗങ്ങൾ വരാറ്. പച്ചച്ചീര റെസിസ്റ്റന്റ് ആണ്. അപ്പം ഇടകലത്തി നടുക. ഒരു റോ നമ്മള് പച്ചച്ചീര നടുന്നെങ്കിൽ അടുത്ത റോ ചുവപ്പ് ചീര നടുക, അടുത്ത് വീണ്ടും ഒരു പച്ചച്ചീര. അങ്ങനെ നമ്മൾ ഇടവിട്ട് 2 വെറൈറ്റിയും കൂടെ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇലപ്പുള്ളി രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ജൈവ മാർഗങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് 10 ഗ്രാം പാൽക്കായം 2.5 ലിറ്റർ വെള്ളത്തിൽ അലിയിക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് 2 ഗ്രാം സോഡ പൊത്തിയിട്ട് ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇലയുടെ 2 വശത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലാതെ 2 വശത്ത്, കാരണം 2 വശത്താണ്. ആദ്യം അടിയിലാണ് ഇലപ്പുള്ളി രോഗം കാണുന്നത്, പിന്നെയാണ് അത് മുകളിലത്തെ ഭാഗത്ത് വരുന്നത്. അപ്പൊ 2 വശത്തും വരുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമുക്ക് വേറെ ചെയ്യാന്നുള്ളത്, നമുക്കിപ്പം സോഡാപ്പൊടി 1 ഗ്രാം എടുത്തിട്ട് 4 ഗ്രാം മഞ്ഞപ്പൊടി എടുക്കാം. അങ്ങനെ രണ്ടും കൂടെ 5 ഗ്രാമായി. എന്നിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും നമുക്ക് 2 വശത്ത് ഇലകളിൽ വീണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ രോഗം നമുക്ക് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് ഇതിൽ നമുക്കൊരു ചാണകം 20 ഗ്രാം കലക്കിയിട്ട് ഇതിന്റെ തെളി, അതായത് അരിച്ചെടുത്തിന്റെ തെളി എടുത്തിട്ട് വേണം തളിക്കാൻ. ഇതൊരു രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് നമുക്കൊരു നിയന്ത്രണ മാർഗം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ട ബോർഡോ മിശ്രിതം നമുക്ക് 1% വീര്യത്തിൽ നമുക്ക് കലക്കി തളിക്കാവുന്നതാണ്. അടുത്ത് ഡൗണി മിൽഡ്യൂ ആണ്.
ഇത് സ്പീഡോപെർണോസ്പോറ ക്യൂബൻസിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന ചൂടും ഊഷ്മാവും ഉള്ള സമയങ്ങളിലാണ്, പ്രത്യേകിച്ച് അതായത് വേനൽ മഴ ഉണ്ടാകുമ്പോഴാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമുക്ക് ശീതകാല പച്ചക്കറി അതായത് ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ളതിലൊക്കെ ഡൗണി മിൽഡ്യൂ വരാൻ ഭയങ്കരമായും ചാൻസ് കൂടുതലാണ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പൗഡറി മിൽഡ്യൂവിനെ പറ്റി പറഞ്ഞിരുന്നു. ഇത് ഡൗണി മിൽഡ്യൂ ആണ്. ഇലയ്ക്ക് മുകളിൽ കാണുന്ന വിളറിയ മഞ്ഞപ്പാടുകളാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം. പല വലിപ്പങ്ങളിലുള്ള മഞ്ഞ നിറ പൊട്ടുകൾ തളിരുകളുടെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് ഇലകളുടെ മുകളിലാണ് ആദ്യം വരുന്നത്. മഞ്ഞപ്പാടുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇല കരിഞ്ഞു പോവും, വന്നിട്ട് പിന്നെ അത് ഇലകൾ കരിഞ്ഞു പോകും. അതായത് ഇതിൽ ഈ പിക്ചറിൽ കാണാൻ ഇലകൾ കരിഞ്ഞ ഒരു സ്പോട്ട് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ ഇളം നാമ്പുകൾ കൊഴിയുകയോ വിളർച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡൗണി മിൽഡ്യൂ വന്നാൽ നമ്മളെ ചെടി മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ രോഗം വന്നാൽ കായ്ക്കളെ, ആദ്യം ലീഫിൽ നിന്നാണെങ്കിൽ പിന്നെ അത് കായ്ക്കളെ മറ്റ് പാർട്ടിലേക്കും ഇത് ബാധിക്കും. ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും രോഗബാധിതയായിട്ടുള്ള ഉണങ്ങിയതായിട്ടുള്ള ഇലകൾ നമ്മൾ നീക്കം ചെയ്യുക. ഇങ്ങനെ നീക്കം ചെയ്ത് അടുത്ത് സ്പ്രെഡ് ചെയ്യുന്നത് ചാൻസ് കുറയും. അപ്പൊ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ ബോർഡോ മിശ്രിതം പോലുള്ള കോപ്പർ അടിസ്ഥാനത്തിലുള്ള കുമിൾനാശിനി നമുക്ക് ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മളിപ്പം ഏതെടുത്താലും നല്ല വെറൈറ്റി ആയിട്ടുള്ള സീഡ് എടുക്കുക. റെസിസ്റ്റന്റ് വെറൈറ്റി ആയിട്ടുള്ള സീഡുകൾ എടുത്ത് നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മണ്ണിൽ തന്നെ നല്ലപോലെ നീർവാഴ്ച ഉണ്ട്, അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചെടികൾ നടുമ്പം അത്യാവശ്യം കൂട്ടി നടാതെ ഒരു ആവശ്യത്തിനുള്ള അകലത്തിൽ വേണം നമ്മൾ ചെടികൾ നടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ചെടികളെ നടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ചെടി നട്ടിട്ട് കളകൾ വരണമെങ്കിൽ അതിനെയൊക്കെ നമ്മളിപ്പോൾ ഒരു ചെടി നട്ടിട്ട് അടുത്ത് വിളവെടുക്കാൻ സമയത്ത് മാത്രം വന്ന് നോക്കരുത്. നമ്മൾ കണ്ടിന്യൂസ്ലി രാവിലെയും വൈകിട്ടും വന്നിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെ കീടങ്ങളാണ് അതിൽ വരുന്നത്, എന്തൊക്കെ രോഗങ്ങളാണ് അതിൽ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇലകളുടെ മുകളിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇലകളുടെ അടിയിലും നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മീലി ബഗ് ഒക്കെ ഇലകളുടെ അടിയിലാണ് കാണുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കീടങ്ങൾ രോഗങ്ങളൊക്കെ വരുന്നോന്ന്. അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ കളകളെ പറിച്ചു മാറ്റുക. പിന്നെ ചെടിയുടെ അവശിഷ്ടം കൃഷിയുടെ, അതായത് ഇപ്പം ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞെങ്കിൽ ആ ചെടിയും മുഴുവനായിട്ട് പിഴുതു മാറ്റുക. ഇപ്പൊ അതിൽ തന്നെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതവിടെ നിന്നിട്ട് നമ്മൾ വേറെ തൈ നട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ചെടിയാണെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. രോഗം ബാധിച്ചതിൽ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ഉപകരണമാണെങ്കിൽ അടുത്ത നല്ലൊരു ഹെൽത്തി പ്ലാന്റിന്റെ അടുത്ത് പോയി അതാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും പണി ആയുധങ്ങളും ഉപകരണങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുന്നത് തൈചീയൽ രോഗമാണ്. ഇത് വഴുതനയിലൊക്കെ കാണപ്പെടുന്ന രോഗമാണ് തൈചീയൽ രോഗം. ഡാമ്പിംഗ് ഓഫ് എന്നാണ് പറയുന്നത്. ഇത് പല സ്പീഷീസ് ഉണ്ടാക്കാറുണ്ട്. പൈത്യം അപ്പൻഡിഡെർമാറ്റം, ഫൈറ്റോഫ്തോറ സ്പീഷീസ്, റൈസോട്ടോണി. ഇതൊരു ഫംഗൽ ഡിസീസ് ആണ്. ഈ പൈത്യം, ഫൈറ്റോഫ്തോറ പോലുള്ള ഫംഗസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് സോയിൽ ബോൺ ഡിസീസ് ആണ്, മണ്ണിലൂടെ വ്യാപിക്കുന്ന ഒരു രോഗമാണ്. ഇത് കൂടുതലും നഴ്സറീസിലാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡാമ്പിംഗ് ഓഫ് എന്നാണ് ഇതിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. തൈചീയൽ രോഗം. മണ്ണിൽ ആവശ്യത്തിൽ കൂടുതൽ ഈർപ്പവും ഉയർന്ന അതായത് കൂടുതലായിട്ട് നമ്മൾ വെള്ളം കൊടുത്താലും പ്രശ്നമാണ്, വെള്ളം കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ഈർപ്പം കൂടുതലുള്ള സമയത്താണ് ഈ രോഗം വരുന്നത്. ഇത് ഇപ്പൊ രണ്ട് രീതിയിൽ 2 ലക്ഷണങ്ങളായിട്ട് ഇത് ഉണ്ടാവുക. ആദ്യം ഉണ്ടാവുന്നത് ഇത് ചെടി മുളയ്ക്കുന്നതോടൊപ്പം തന്നെ വാട്ടവും കാണും. ഇതിന്റെ ഫലമായി തൈകൾ മുളച്ചു മണ്ണിന് മുകളിലേക്ക് വരുന്ന ചീഞ്ഞു പോകുക. അതായത് ഇപ്പൊ 2 ലക്ഷണങ്ങൾ ഇത് കാണിക്കും. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മളിപ്പം വിത്തിട്ട് അത് മുളയ്ക്കുന്ന സമയത്ത് തന്നെ അതിന് വാട്ടൻ പോലെ നമുക്ക് കാണുമ്പം ശ്രദ്ധിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മുളച്ചതിന് ശേഷമുള്ളതാണ് രണ്ടാമത്തത്. ഇതിന്റെ തീരെ ചെറിയ തൈകളുടെ മണ്ണിനോട് ചേർന്നുള്ള ഭാഗം നശിച്ചു പോകുന്നു. മൃദുവായ വെള്ളത്തിൽ, അതായത് നമുക്ക് രണ്ടാമത്തെ നോക്കുമ്പോൾ അറിയാം ചെറുതായിട്ട് ചീഞ്ഞു പോയതുപോലെ നമുക്ക് അറിയാൻ പറ്റും. ആദ്യത്തത് മുളച്ചു വരുന്ന തന്നെ ഉള്ള വാട്ടമാണ്, രണ്ടാമത്തത് നമുക്ക് ചീഞ്ഞു പോകുന്ന പോലെയാണ് അറിയാൻ പറ്റുന്നത്. ഇതിലും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടോ, അതായത് ശരിയായ നീർവാഴ്ച ഉണ്ടോ നമുക്ക് ഉറപ്പാക്കുക. അതായത് ഇപ്പം ഗ്രോ ബാഗിലൊക്കെയാണ് നടുന്നതെങ്കിൽ നമ്മൾ ഹോൾ ഉണ്ടോ നോക്കിയിട്ട് വേണം ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ചിട്ട് തൈകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും. പിന്നെ രോഗബാധിതയുള്ള തൈകൾ ഒരിക്കലും നമ്മൾ എടുക്കരുത്. അതായത് നല്ല തൈകൾ നോക്കിയിട്ട് നടുക. ഞാൻ നേരത്തെ വിത്തിന് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ വിത്തുകൾ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മുകളില് ചീഞ്ഞ വിത്തുകൾ പൊങ്ങിക്കിടക്കും. അതിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് താഴെ ഇത് വന്ന് സിങ്ക് ചെയ്ത് കിടക്കുന്ന തൈകൾ എടുത്ത് നടാൻ, വിത്തുകൾ എടുത്ത് നടുക. അതായിരിക്കും നല്ല വിത്തുകൾ. അപ്പോൾ എപ്പോഴും നല്ല റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ ചെയ്യാണ്ട് അടുത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തുകൾ നടുന്ന മുന്നേ തന്നെ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അത് സ്യൂഡോമോണസ് ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്. അത് ചെടികളെയൊക്കെ സംരക്ഷിക്കും കീടങ്ങളിൽ നിന്ന്. അപ്പൊ നമ്മൾ സ്യൂഡോമോണസ് 20 ഗ്രാം ഒരു വിത്തിന് 1 കിലോ വിത്തിന് നമ്മൾ 20 ഗ്രാം സ്യൂഡോമോണസ് എടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ സ്യൂഡോമോണസ് വെള്ളത്തിൽ നമ്മൾ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നടുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം വിത്ത് പാകിയതിനു ശേഷം അടുത്ത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുന്ന സമയത്ത് തന്നെ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. നമ്മളിപ്പം ഒരു 10 ഡേയ്സിൽ ഇടവിട്ടിട്ട് നമ്മൾ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം അത് മീൻസ് ബയോ കൺട്രോൾ ഏജന്റ് ആണല്ലോ. കൂടുതലായി 10 ഡേയ്സിൽ ഒരിക്കൽ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. എങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ കിട്ടും. ഇവിടെ തന്നെ ഈ പിക്ചറിലുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിംഗ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഈ ഫംഗൽ വന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യുമ്പം ഇതിന്റെ ചെടികൾ ഇങ്ങനെ വാടിപ്പോകുന്നു. ഇതാണ് ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ലക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല ഹെൽത്തി ആയിട്ട് നിന്ന ചെടിയാണ് ഇലകളൊക്കെ നല്ല വാടി ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ്. ഇതാണ് തൈച്ചീയലിന്റെ എന്ന് പറയുന്ന പ്രധാന ലക്ഷണം. ഇപ്പൊ ഇത് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്യൂഡോമോണസ് ലായനിയിൽ നമ്മൾ നടുന്നതിന് മുന്നേ വിത്തിനെ നമുക്ക് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് നടാം. അതേപോലെ തന്നെ സ്യൂഡോമോണസ് ലായനി നമുക്ക് മണ്ണിൽ ഒഴിക്കുകയും ചെടികൾ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം ബേസിക് ആയിട്ടാണ് പോകുന്നത്, കുറെ ടെക്നിക്കൽ ടേംസ് ആണ് പറഞ്ഞത്. അപ്പം എല്ലാം കൂടെ ആയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കൂടുതലും കണ്ടുവരുന്നതാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതായിരിക്കും. ഇന്നത്തെ ക്ലാസ് സസ്യങ്ങളുടെ രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ, അതിന്റെ കുറച്ചധികം വിവരങ്ങളാണ് കാവ്യ പറഞ്ഞു പോയിട്ടുള്ളത്. ഈ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽഡ് PDF നിങ്ങൾക്ക് ഈ കർഷക അഗ്രോകോപ്സ് നോളജ് സോണിലെ കർഷക കൂട്ടായ്മകളിൽ നിന്ന് ലഭ്യമാകും. ഇത് കൂടാതെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇപ്പം സുഡോമോണാസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ തൊട്ടടുത്തുള്ള അഗ്രോകോപ്സ് ഔട്ട്ലെറ്റുകളിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഓരോ പഞ്ചായത്തിലും അഗ്രോകോപ്സ് ഔട്ട്ലെറ്റിനോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള കർഷക കൂട്ടായ്മകളിലൂടെ ചോദിച്ചു മനസ്സിലാക്കാനുള്ള സൗകര്യവുമുണ്ട്. അഗ്രോകോപ്സ് നോളജ് പോർട്ടലിനോടൊപ്പം തന്നെ കർഷക കൂട്ടായ്മകളിലൂടെ പങ്കാളികളാകുക. അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സംശയങ്ങൾ നമുക്ക് ഈ ഒരു പ്രസന്റേഷനിലൂടെ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കർഷക കൂട്ടായ്മകളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സ്വീകരിക്കുക. ഇന്നത്തെ ക്ലാസ് സെഷൻ കഴിയുകയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒരു ചെറിയ സംശയം ചോദിക്കാൻ പറ്റുമോ മാം? പറഞ്ഞോളൂ മാഡം. ഞാനൊരു ഗ്രോ ബാഗിൽ ഒരു നമ്മുടെ കറിവേപ്പ് നട്ടെ. അപ്പൊ അതിന്റെ വെള്ളം കൂടുതലായതുകൊണ്ടാണോ ഇപ്പൊ വരുന്ന ടെൻഡർ ലീവ്സ് എല്ലാം ഒരു മഞ്ഞ കളറിലോട്ട് വരുന്നത്? ലൈറ്റ് ഗ്രീൻ, മഞ്ഞ എന്ന് പറയാൻ പറ്റത്തില്ല, ലൈറ്റ് ഗ്രീൻ. അത് വെള്ളം കൂടിയത് കൊണ്ടാണോ? അത് മാമിന് ചെക്ക് ചെയ്തപ്പോ അറിയാമോ അതില് വെള്ളം കൂടുതലാണെന്ന്? വെള്ളം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മാം കൂടുതലായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടോ? ഒഴിക്കും. ഞാൻ സ്നേഹിച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ മഗ്നീഷ്യത്തിന്റെ കുറവാണോ എന്ന് അതിന്റെ ഡൗട്ട്. മഗ്നീഷ്യം ആണെങ്കിലും യെല്ലോയിങ് പോലെ മഞ്ഞളിച്ചാണ് കാണുന്നത്. അപ്പൊ എന്തായാലും വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഹോൾസ് ഉണ്ടല്ലോ ഗ്രോ ബാഗില്? ഹോൾസ് ഉണ്ട്. അപ്പൊ ഒന്ന് വെള്ളത്തിന്റെ അളവ് ഒന്ന് കുറയ്ക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും വീണ്ടും അത് തന്നെ വരുന്നെങ്കിൽ മാം ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ജയശ്രീ മാഡം ഈ ക്ലാസ്സിന് ശേഷമേ
ഈ കാണുന്ന മേഡം കണ്ട ഈ പ്രശ്നം അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ നോളജ് പോർട്ടലിലോ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് കർഷക കൂട്ടായ്മയിലോ ഒന്ന് ഇടുക. അപ്പൊ അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പാനൽ എന്താണെന്ന് നോക്കിയിട്ട് മേഡത്തിന് അതിനുള്ള വിവരം കൈമാറുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് സെഷൻ കഴിയുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നന്ദി. നിർത്തുകയാണ്.